ബി.ജെ.പി ഈ കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സംസ്ഥാന ബി.ജെ.പി പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവിടെ വന്ന് ഇടപെട്ടിട്ട് ഈ 22 പോയി ഇവിടെ തന്ത്രിയുടെ വീട്ടിൽ മാത്രം പോയില്ല, അല്ലെങ്കിൽ തന്ത്രിയിലേക്ക് മാത്രം പോകുന്നില്ല. ഈ 21 ഇടവും കണ്ടെത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ED അല്ല, ഈ SIT ആണ്. പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ 21 ഒരുമിച്ച് പോകാൻ EDക്ക് കയ്യിൽ അതിനുള്ള കോപ്പില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടെത്തിയിരിക്കുന്നു, അവിടേക്ക് പോയിരിക്കുന്നു. അപ്പോൾ തന്ത്രിയെ മാത്രം ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ബി.ജെ.പിയെ തെറ്റിദ്ധരിക്കും. ഇതിപ്പോൾ ബി.ജെ.പി നിയന്ത്രിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറെ എന്നൊക്കെ വിമർശിക്കാനും വിലയിരുത്താനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണ്? തന്ത്രിയുടെ ഭാര്യ സഹോദരൻ സംസ്ഥാനത്തെ മുതിർന്ന ബി.ജെ.പി നേതാവാണ്. ബി.ജെ.പി നേതൃത്വമാണ് തന്ത്രിക്ക് വലിയ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ച് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ പിന്തുണ അവിടെ നിന്നോട്ടെ. പക്ഷേ ബി.ജെ.പിക്ക് കണ്ടെത്താൻ അവർക്ക് പ്രത്യേക അന്വേഷണ സംഘമൊന്നുമില്ലല്ലോ. അതായത് ഈ മട്ടിൽ ഈ കേസിൽ കുടുങ്ങേണ്ടയാളാണോ തന്ത്രി, അല്ലെങ്കിൽ തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പ്രത്യേക സംവിധാനം ബി.ജെ.പിക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് അവർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ നീക്കത്തെ വിമർശന ബുദ്ധിയോടെ കാണണം. അല്ലെങ്കിൽ ഇത് ബി.ജെ.പി ഏർപ്പെടുത്തിയതാണെന്ന് വല്ലതൊക്കെ ആളുകൾ വിമർശിക്കും. അതുമാത്രമല്ല, ഈ സാർഷൻ ഇപ്പോൾ പറഞ്ഞ പോലെയാണെങ്കിൽ ബി.ജെ.പിയെ കുഴപ്പത്തിലാക്കാൻ, ഇലക്ഷൻ തൊട്ടു മുന്നാണ് നിൽക്കുന്ന ബി.ജെ.പിയെ കുഴപ്പത്തിലാക്കാൻ ബി.ജെ.പിയുടെ എതിരാളികൾ ED ഉപയോഗിക്കുകയാണോ? അതുകൊണ്ടാണോ തന്ത്രി ഒഴിവാക്കിയെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു.